കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടും UDF-ൽ സീറ്റ് വെച്ചുമാറുന്നതിൽ ധാരണയായില്ല. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും കോൺഗ്രസും ഇന്ന് ആലുവ പാലസിൽ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. തർക്കങ്ങളൊന്നുമില്ലെന്നും സീറ്റ് വിഭജനം പൂർത്തിയായി എന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. അതേസമയം സീറ്റ് ചർച്ചയിൽ ധാരണയായിട്ടില്ലെന്നും കോൺഗ്രസുമായി വീണ്ടും ചർച്ച നടത്തും എന്നുമാണ് കേരള കോൺഗ്രസ് ജോസഫ് ചെയർമാൻ PJ ജോസഫ് വ്യക്തമാക്കിയത്. അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. ലീഗായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചർച്ച തീരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീർന്നു. ഇത് അരമണിക്കൂർ കൊണ്ട് തീർന്നു, അത്രയേ ഉള്ളൂ. നാളെ ചെയ്യാനെല്ലാം നമ്മൾ നാളെ പോലെ കാര്യങ്ങളിലേക്ക് കിടക്കുമല്ലേ. 2 ദിവസത്തിനുള്ളിൽ എല്ലാ സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തിയായോ? പൂർത്തിയാകാനുണ്ട്. പൂർത്തിയായിട്ടില്ല. അപ്പൊ ഇനിയും തർക്കങ്ങളുണ്ടപ്പോ ബാക്കിയുണ്ട്. അതേ സംബന്ധിച്ചെല്ലാം നാളെ. ഏറ്റുമാനൂർ സീറ്റിനെ ചൊല്ലിയാണ് ഉഭയകക്ഷി ചർച്ചയിൽ ധാരണയാകാതിരുന്നത്. സീറ്റ് വിട്ടു നൽകണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് നിരസിക്കുകയായിരുന്നു. ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്നും, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ലിഡിയയിലേക്കാണ്. ലിഡിയ, ഈ ചർച്ചയിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നു? ലിഡിയ. ഉന്മേഷ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് മുൻപേ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള യോഗം, നിർണായകമായിട്ടുള്ള യോഗം ആലുവ ഗസ്റ്റ് ഹൌസിൽ നടന്നത്. അല്പം മുമ്പായിരുന്നു യോഗം അവസാനിച്ചത്. യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ 2 നേതാക്കളും, ഒപ്പം PJ ജോസഫും VD സതീശനും നമ്മോട് പ്രതികരിച്ചു. പക്ഷേ VD സതീശൻ പറഞ്ഞതിനെ തള്ളിക്കൊണ്ടാണ് PJ ജോസഫ് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ സീറ്റ് വെച്ചുമാറുന്നതിലാണ് ചർച്ച നടന്നിരുന്നത്. പ്രത്യേകിച്ച് 4 സീറ്റുകളായിരുന്നു കേരള കോൺഗ്രസിനോട് ചോദിച്ചിരുന്നത്. അത് ഇടുക്കി, ഒപ്പം ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, ഒപ്പം കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 10 സീറ്റുകൾ നൽകാനാവില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. പക്ഷേ 10 സീറ്റുകൾ വേണം എന്നുള്ള നിലപാടിൽ കേരള കോൺഗ്രസും ഉറച്ചു നിന്നു. ഇടുക്കി സീറ്റിലും ഒപ്പം ഏറ്റുമാനൂർ സീറ്റിലും വലിയ സമ്മർദ്ദമാണ് കോൺഗ്രസ് ചെലുത്തിയത്. അതിൽ ഇടുക്കി സീറ്റിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം, ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന ശേഷം പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത് ഇതിൽ കൃത്യമായിട്ടുള്ള ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ്. പ്രത്യേകിച്ച് സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്, മറ്റ് തർക്കങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ള പ്രതികരണമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പക്ഷേ അതിനെ തള്ളിക്കൊണ്ടാണ് PJ ജോസഫ് രംഗത്തെത്തിയത്. ഇതിൽ ഈ ചർച്ചയിൽ തീരുമാനമാകാനുണ്ട്, ഇനിയും തീരുമാനമാകാനുണ്ട്, സീറ്റ് ചർച്ചകൾ പൂർത്തിയാകാനുണ്ട് എന്നുള്ള തരത്തിലാണ് കേരള കോൺഗ്രസ് പ്രതികരിച്ചത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നാണ് കേരള കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ചർച്ചകൾ നടത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇടുക്കി സീറ്റിൽ തീരുമാനമായിട്ടുണ്ട്, ഏകദേശം കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് സീറ്റുകളിൽ കൂടി ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്തായാലും 8 സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നതിലേക്കാണ് ധാരണയുണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. 2 സീറ്റുകളാകും വിട്ടു നൽകുക എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളാണ് നിലവിൽ ചർച്ചയായിട്ടുള്ളത്. ഇനിയും ചർച്ച നടക്കുമെന്നാണ് കേരള കോൺഗ്രസ് പറയുന്നത്. പക്ഷേ സീറ്റ് വിഭജനം പൂർണ്ണമായും പൂർത്തിയായി എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ടോബി ജോൺസൺ കൂടി ചേരുന്നുണ്ട്. ടോബി, ഏറ്റുമാനൂരിന്റെ കാര്യത്തിലാണോ? അപ്പോൾ ഈ ഇടുക്കിയുടെ കാര്യത്തിൽ തീരുമാനമായോ? ഇടുക്കിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു തവണത്തേക്ക് മാത്രം അത് കോൺഗ്രസിന് വിട്ടു നൽകാനുള്ള നീക്കം നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ധാരണയായിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. ഈ ഒരു ഒറ്റ തവണ, അതായത് റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാനുള്ള ഒരു ഒറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ സീറ്റ്, ഇടുക്കി സീറ്റ് ഇത്തവണത്തേക്ക് നൽകാമെന്നുള്ള ധാരണയിലേക്ക് എത്തി എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഇതിന്റെ അത് തീരുമാനമാകാത്തത് ഇപ്പോഴും ഏറ്റുമാനൂർ സീറ്റിന്റെ കാര്യത്തിലാണ്. കാരണം ഏറ്റുമാനൂരിൽ കേരള കോൺഗ്രസിന്റെ സീറ്റ് ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമ്പോൾ പോലും കൃത്യമായിട്ടൊരു സ്ഥാനാർത്ഥികളെ, വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ജോസഫ് പാണക്കിന്റെ പേരാണ് പറഞ്ഞു കേട്ടത്. നേരത്തെ DCC പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ഒടുവിൽ അത് ജോസഫ് പാണക്കിനിലേക്ക് വന്നതോടുകൂടി കടുത്ത എതിർപ്പ് ജോസഫ് ഗ്രൂപ്പിൽ നിന്നും ഉയർന്നു വരികയായിരുന്നു. കാരണം അതിനേക്കാൾ വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ കേരള കോൺഗ്രസിന് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഇന്ന് നാളെ പുലർച്ചെ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.